താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നോ, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നോ. തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേതലൻ തന്നിൽ വന്നോ, തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേതലൻ തന്നിൽ വന്നോ. രാജാധിരാജ എല്ലാവർക്കും ഈ വർഷത്തെ ഡിസംബർ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ടൈമിന്റെ 24ാം ദിവസത്തിലെ കണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വചനം ലൂക്കാ 2-ാം 15, 16, 17 വാക്യങ്ങൾ. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മളെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, പാതിരാവിൽ കുളിര് പെയ്യുന്ന രാത്രിയിൽ ജോലി ചെയ്ത് തളർന്നു കിടക്കുന്ന ഈ പാവപ്പെട്ട ആട്ടിടയന്മാർക്ക് ദൈവം അവർക്ക് കൊടുത്ത ഈ സന്ദേശം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുകയും അപ്പോൾ തന്നെ അതിനോട് പ്രതികരിക്കുകയും ആദ്യത്തെ സുവിശേഷവാഹകരായി മാറുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മോട് കാണിക്കുന്ന ഉദാരമായ സ്നേഹം, ഏകജാതനെ നൽകുന്ന സ്നേഹം, അത് പങ്കുവെക്കലിന്റെ സ്നേഹമല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആകാൻ, എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമുക്ക് നന്മയുടെയും സ്നേഹത്തിന്റെയും ആഹാരമാകാം. ഇന്നത്തെ സുഹൃദേവം, എന്റെ ഉണ്ണീശോയെ എന്റെ ഹൃദയത്തിൽ ഒന്ന് പിറക്കണമേ. ഇന്നത്തെ പ്രവൃത്തി നമുക്ക് ഇന്നത്തെ സുഹൃദേവം 25 പ്രാവശ്യം ചൊല്ലാം. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നോ, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നോ. തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേതലൻ തന്നിൽ വന്നോ, തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേതലൻ തന്നിൽ വന്നോ. രാജാധിരാജന്റെ പൊൻതിരുമേനി